ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് അടുത്തൊരു വൈറൽ കുക്കിംഗ് റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോണത്. ഡൊൽഗോണ കോഫി അങ്ങനെയല്ല പറയാ. എനിക്ക് ആദ്യം ഡോൾമമായി ആണ് ഓർമ്മ വന്നത്. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും അറിയുണ്ടാവും. എനിക്ക് തോന്നുന്നു പലരും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോണത്. അപ്പൊ കോഫിയാണ് നമ്മൾ ഇവിടെ അങ്ങനെ ആരും കോഫി കുടിക്കാറില്ല. അപ്പൊ ഞാനും ഏട്ടനും ഇമ്മക്കുട്ടിയേ ഉള്ളൂ. അപ്പൊ ഞാനും ഇമ്മയും കാപ്പിയും ചായ ഒന്നും കുടിക്കില്ല. ആകെ ഏട്ടൻ മാത്രം രാവിലെ ഒരു ചായ കുടിക്കും, വൈകിട്ട് ഒരു ചായ കുടിക്കും, അങ്ങനെ 2 ചായ. കോഫി വല്ലപ്പോഴും മാത്രമേ അങ്ങനെ കുടിക്കാറുള്ളൂ. അപ്പൊ ഇതിന്റെ റെസിപ്പി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 2 സ്പൂൺ കോഫി പൗഡർ, 2 സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ വെള്ളം. അത് ലൂക്ക് വാം വാട്ടർ, ഇളം ചൂടുവെള്ളം എന്നാണ് പറയണത്. എനിക്കത് കേട്ടിട്ട് തന്നെ എന്റെ ദൈവമേ ഇതായിപ്പോയി. കാരണം ഭയങ്കര സ്ട്രോങ് ആയിരിക്കില്ലേ. അതായത് ഒരാൾക്ക് ഒരു ഗ്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പൂൺ കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ അത് കട്ട സ്ട്രോങ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എന്നാലും പക്ഷെ റെസിപ്പി അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലെ. അപ്പൊ ഭയങ്കര സിമ്പിൾ ആണ്. കുട്ടി എന്ത് തരും? ഓക്കെ, നമുക്കൊരു ബൗൾ എടുക്കാം. ഓക്കെ, 2 സ്പൂൺ കോഫി പൗഡർ കേട്ടോ. നമ്മൾ നെസ്കഫി ആണ് എടുക്കണത്. അധികമായി. ഇത് പിന്നെ ചെറിയ സ്പൂണാണ്. അപ്പൊ 2 സ്പൂൺ കോഫി പൗഡർ, 2 സ്പൂൺ പഞ്ചസാര. അത് വളരെ കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിട്ടില്ല, ഇളക്കിക്കോളൂ. ഒരു അരയും കൂടി ഇട്ടാലോ? ലേശം വേണ്ടല്ലോ, റെസിപ്പി തെറ്റും. ഇത്രയും കൂടെ. ഇനി 2 സ്പൂൺ വെള്ളം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ റെസിപ്പി ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കേണ്ടി വരുന്നോ തോന്നുന്നത്. പക്ഷെ അതിന്റെ ക്ഷീണം തന്നെ ഇതുവരെ മാറിയിട്ടില്ല. ഇളക്കിയോ കുട്ടി? ഇത് പക്ഷെ ആയി വരുന്നില്ല കേട്ടോ. മുത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മണമാണ് കേട്ടോ. ശരിക്കും ഞാൻ എവിടെയോ വായിച്ചിരിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടീസ്പൂൺ കോഫി പൗഡർ ഒക്കെ ഒരാൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ ഭയങ്കര അപകടമെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഈ 2 സ്പൂൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് കോഫി ഭയങ്കര ഇഷ്ടമായിട്ടുള്ളവര്. ഞാൻ തന്നെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി കൂർഗ് സൈഡൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എനിക്കായിരുന്നു. എന്തെങ്കിലും പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ രസം ഉണ്ടായിരുന്നു. ഏത് പാട്ടാ? കുഴപ്പമില്ല കേട്ടോ, പ്രതീക്ഷിച്ച പോലെയല്ല, ആയി വരുന്നുണ്ട്. അത് നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഞാൻ ഇങ്ങനെ എഗ് ബീറ്റർ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും പറയണേ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കഴിച്ചിട്ട് കുട്ടി കച്ചിട്ട് കേട്ടോ, ഭയങ്കര കയ്പാ. അയ്യോ, 1 സ്പൂണും കൂടി പഞ്ചസാര ആഡ് ചെയ്താലോ? പക്ഷെ ഇതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവും. അപ്പോ വേറൊരു ഐഡിയ ഉണ്ട്. നമ്മളിത് പാലിന്റെ മീതിയല്ലേ ആഡ് ചെയ്യണത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഓൾറെഡി പഞ്ചസാര ഇട്ടിട്ടുള്ള പാല് എടുത്താലോ? അല്ലാണ്ട് ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. കച്ചിട്ട് വയ്യ. ഇത് ഹാർഡ് കോർ കോഫി ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ക്ഷീണിച്ചു. ഇനി കുറച്ച് നമുക്ക് ഏട്ടനയിൽ കൊണ്ട് കൊടുത്തു നോക്കാം. ഇപ്പോൾ ഇളക്കി ഏകദേശം ഈ ഒരു ലെവൽ എത്തിച്ചിട്ടുണ്ട്. ഏട്ടൻ ഇളക്കി തന്നതാണ് കേട്ടോ. പക്ഷെ സ്റ്റിൽ ആയിട്ടില്ല. അപ്പൊ ഇതപ്പോ 10 മിനിറ്റ് ആയി. ഇത് പോരാ, ഇനിയും കുറച്ചും കൂടി ആവണം. അപ്പൊ എനിക്ക് തോന്നുന്നു ആയിട്ടില്ല, കുറച്ചുകൂടി ആവാണ്ട്. ഞാൻ പരാജയം സമ്മതിച്ച്. ബീറ്റർ ഉണ്ടല്ലോ, ഇതാ നമ്മുടെ കയ്യിൽ ബീറ്റർ ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 1 വെച്ചിട്ടുള്ളൂ കേട്ടോ, 2 വെച്ചിട്ടില്ല. 1 വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ നല്ല ക്രീമി ആയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ കുറച്ചും കൂടി ആവാനുണ്ട്.
2 വെച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് പോരാ, ഒന്നും കൂടി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബീറ്ററിൽ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും. ഈ കണ്ടോ, നല്ല അടിപൊളി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രീമി, കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും, പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കയ്പാണ്. എനിക്ക് പറ്റണില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ കോഫി ഭയങ്കര ഒരു കോഫി ലവറൊന്നുമല്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് തോന്നുന്നു. കോഫി ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടാവും കേട്ടോ. ഇനിയിപ്പോ ഒന്നുമില്ല, പാലില് നമ്മള് ഒന്ന് മേളില് ഇട്ട് കൊടുത്തിട്ട് കുടിക്കാന്നുള്ളതാണ്. ഞാൻ പാല് ചൂടാക്കാൻ വെച്ചിരിക്കുക. ശരിക്കും തണുത്ത പാലിലാണ് നമ്മൾ ഇട്ട് കുടിക്കേണ്ടത്. പക്ഷെ നമുക്കൊന്നും തണുത്തത് പറ്റില്ല. ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. എനിക്കും ഏട്ടനും ഇവ കുടിക്കും, 3 ആൾക്കും പറ്റില്ല. തണുത്ത് കഴിച്ചാൽ അപ്പം തൊണ്ടവേദന വരും. അപ്പൊ നിവർത്തിയില്ലാത്തതുകൊണ്ട് സാധാരണ ഇളം ചൂടുള്ള പാലില് ഇത് മുകളിലിട്ട് നോക്കാം കേട്ടോ. കൈകൊണ്ട് ബീറ്റ് ചെയ്താലും നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിൽ കിട്ടും, പക്ഷെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി എഗ് ബീറ്റർ ഉള്ള കാരണം നമ്മൾ എടുത്തതാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പാലെടുക്കാം. പഞ്ചസാര ഇട്ട പാലാണ് കേട്ടോ എടുക്കാൻ പോണത്. നമ്മളിതാ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വലിയ ഗ്ലാസ് ആണ്, പക്ഷെ നമ്മളിത് 3 ആളും കൂടി ഷെയർ ചെയ്ത് കുടിക്കും. അപ്പം ഇതിൻ്റെ മീതയ്ക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് വീഴുവോ താഴേക്ക്? ഇങ്ങനെ നല്ല ഭംഗിയില്, എനിക്ക് തോന്നുന്നു ആ പൈപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയിൽ നിൽക്കൂട്ടാ. പക്ഷെ നമുക്ക് വേണ്ട, നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. പക്ഷെ ഉണ്ടല്ലോ, ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഈ പാലും ഇതും കൂടി മിക്സ് ആവില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ അങ്ങോട്ട് കുടിക്കണേക്കാട്ടിന് മുമ്പ് ഇളക്കി കുടിക്കണോ? ഞാൻ ഒന്നും കൂടി നോക്കട്ടെ കേട്ടോ വീഡിയോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് നോക്കാം. റെഡി? ടേസ്റ്റ് ചെയ്ത് നോക്കോ? ഇത് ഇളക്കണ്ട, മിക്സ് ചെയ്യണ്ടേ? ഇളക്കല്ലേ? അപ്പൊ ഇളക്കാണ്ട് പറ്റില്ലല്ലോ. ഇളക്കാണ്ട് ആ അത് ശരിയാ. അപ്പൊ നമുക്ക് എന്തായാലും ഇളക്കാം. താഴേക്ക് പോണില്ലല്ലോ. കുറച്ചധികം ഉണ്ട് കേട്ടോ പാല്. ഇത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടായിരുന്നു? ഇഷ്ടാ? ഇത് പക്ഷെ കയ്പില്ലേ? ചെറിയൊരു കയ്പുണ്ട്. ഓ, എനിക്ക് പക്ഷെ ഇത്ര പോലും കയ്പ് പറ്റില്ല. കട്ട സ്ട്രോങ് സാധനം കേട്ടോ. എന്തായാലും ഇത്രയ്ക്ക് എനിക്ക് ഇളക്കാൻ പറ്റണുള്ളൂ. ഏറ്റവും ടേസ്റ്റ് ചെയ്ത് നോക്കുവോ? എനിക്ക് തോന്നുന്നു കുറച്ച് മേളിൽ തന്നെ നിക്കണുണ്ട്. എങ്ങനെയുണ്ട്? ഹെവിയാ? കട്ട ഹെവി അല്ലേ? അതും പറയുമ്പോ പാലില് നമ്മൾ ഓൾറെഡി പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇഷ്ടായോ? നീ ഞാൻ കുടിച്ചോക്കട്ടെ. രസമുണ്ട്, പക്ഷെ കുറച്ച് കയ്പ്. പക്ഷെ എന്നാലും എന്താ ചെയ്യാ, നമ്മൾ ഓൾറെഡി പാലില് പഞ്ചസാര ഇട്ടൂലോ. അപ്പൊ അതിലൊരു വലിയ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മാനേജ് ചെയ്ത് പോണേ. ഇത് കുഴപ്പമില്ല അല്ലെ? ഈ കയ്പ് ഇത് ശരിക്കും എങ്ങനെയാ വെച്ചാ ഈ പാലില് പഞ്ചസാര ഇടില്ല, എന്നിട്ട് ഇത് അപ്പൊ ഭയങ്കര കയ്പല്ലേ അല്ലെ? കട്ട ഹെവി സാധനം കേട്ടോ. സ്പൂൺ കൊണ്ട് പിടിച്ചാക്കട്ടെ. ഇങ്ങനെയാണ് രസമുണ്ട്. അപ്പൊ വർത്ത് ട്രൈങ് ആണ്. ജസ്റ്റ് ദാറ്റ് പാലിലും കൂടി പഞ്ചസാര ഉണ്ടാവും. അപ്പൊ ഇത് നമ്മള് 3 ഗ്ലാസ്സിലേക്ക് ആക്കി മാറ്റിട്ടോ. അത്രമാത്രം ഉണ്ട്. ഭയങ്കര കട്ട ഹെവി സാധനല്ലേ. ഇത്രയ്ക്കൊക്കെ ഒരാള് കുടിച്ചു കഴിഞ്ഞാല്, പക്ഷെ ഇത് ഫുള്ളൊക്കെ ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ കോഫി എനർജി കൂട്ടുന്നല്ലേ പറയാം. അങ്ങനെ തുള്ളിച്ചാടി നടക്കുമായിരിക്കും. അത്രയ്ക്ക് കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പഞ്ചസാര നമ്മൾ പാലിലും കൂടി ഇട്ടുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കുടിക്കാൻ പറ്റണത്. അല്ലെങ്കിൽ ഒട്ടും പറ്റില്ല, അത്രയ്ക്ക് കക്കും. ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ കൈ കൊണ്ട് പതപ്പിക്കുക എന്ന് പറയണത്
അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ, ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ സമയം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ പഞ്ചസാര ആഡ് ചെയ്യണം മാത്രം, പിന്നെ കട്ട ഹെവി സാധനമാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.